മോദി വയൽ നമുക്ക് 70% കമ്മീഷണബിൾ വോളിയം, ഹോൾസെയിൽ പ്രൈസിന്റെ 70% കമ്മീഷണബിൾ വോളിയം ആയിട്ട് നമുക്ക് കിട്ടുന്നു. അതേപോലെ തന്നെ ലോയൽറ്റി പ്രോഗ്രാം ആയിട്ട്, ഇതൊക്കെ നമുക്ക് വരും സ്ലൈഡുകളിൽ വിശദമായിട്ട് സംസാരിക്കാം. ലോയൽറ്റി പ്രോഗ്രാം ഉണ്ട്, അത് 25% നമുക്ക് എന്ത് ചെയ്യുന്നു, ലോയൽറ്റി പ്രോഗ്രാം ലഭിക്കുന്നുണ്ട്. കൂടാതെ 5 ടൈപ്പ് ഇൻകം ആണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. അതിൽ 4 ടൈപ്പ് എന്താണ്, വീക്കിലിയും 1 മന്ത്ലിയാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ ഹയർ ടൈറ്റിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് 6 ലെഗിനെ എന്ത് ചെയ്താൽ മതി, ക്രിയേറ്റ് ചെയ്താൽ മതി. അവരെ വളർത്തിക്കൊണ്ടുവന്നാൽ ഈ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ടോപ്പിലുള്ള ടൈറ്റിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡെപ്തും വിഡ്ത്തും ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി ഈ പ്ലാന് പ്രകാരം നമുക്ക് സാധിക്കും. ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് വളരെ ആഴത്തിലേക്ക് പോവുക. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സ്പോൺസറിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ, ഇവിടെ ഏറ്റവും കൂടുതൽ അപ്ലൈൻ ഡൗൺലൈൻ റിലേഷൻഷിപ്പിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വളർന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മളെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയിലാണ് നമ്മളെവരും എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കമ്പനിയെ കുറിച്ച് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. അതായത് ഏകദേശം 92 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പാണ് മോദി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 1933 റായ് ബഹദൂർ ഗുജർമാൾ മോദിയുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയം, ഇന്ത്യയിൽ ഒരു ബിസിനസ് സംരംഭം കൊണ്ടുവരിക എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, മോദി എന്റർപ്രൈസസിന് തുടക്കം കുറിച്ചത്. അങ്ങനെ $multi billion വിറ്റുവരവുള്ള ഒരു കമ്പനിയായി മാറാൻ സാധിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ വിഷൻ, ഇന്ത്യയിലെ ഇൻഡസ്ട്രി വളർത്തിയെടുക്കുക എന്നുള്ള വിഷൻ അദ്ദേഹത്തിന്റെ മകനായ KK മോദി സാർ ഏറ്റെടുത്തു. അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നല്ല രീതിയിലുള്ള ഒരു വളർച്ച ഈ ഒരു കമ്പനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഏകദേശം 120 രാജ്യത്തോളം ഈ ബിസിനസ്സിനെ വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ മകനായ സമീർ മോദി സാറാണ് മൂന്നാമത്തെ തലമുറ. ഇദ്ദേഹമാണ് നമുക്ക് മോദി കെയർ എന്ന കമ്പനി നിലവിൽ കൊണ്ടുവന്നതും. അതിലൂടെ ഇപ്പൊ നമുക്ക് മോദി വേ എന്ന് പറയുന്ന അതിന്റെ അനുബന്ധ കമ്പനിയിലൂടെ നമ്മളെ സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന മഹത് വ്യക്തിയാണ് നമ്മുടെ സമീർ മോദി സാറ്. അപ്പൊ 20-ാം തീയതി സാറ് പറഞ്ഞതുപോലെ 20-ാം തീയതി വന്ന എല്ലാവർക്കും സാറിന്റെ വിഷൻ എന്താണെന്ന് അവിടെ വെച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, മോദി വേ, ദ ന്യൂ വേ. ഇതിലൂടെ നമ്മൾക്ക് തന്നിരിക്കുന്ന 3 കാറ്റഗറി പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ ഇത് മൂന്നും നമ്മുടെ ശാരീരികമായും മാനസികമായും ആത്മീയമായും നമ്മളെ വളർത്തിയെടുക്കത്തക്ക രീതിയിൽ ടെക്നോളജിയും സയൻസും റിസർച്ചും ഒക്കെ ചെയ്തുകൊണ്ട് 3 കാറ്റഗറി പ്രൊഡക്ട്സുകളാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഒന്നാമത്തത് ബ്യൂട്ടി പ്രൊഡക്റ്റ് ആയ ഫോറസ്റ്റ് നെക്ടർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി. പിന്നെ ഷേപ്പ് ഷിഫ്റ്റ് നമ്മുടെ ബോഡിക്ക് ഹെൽത്തും ന്യൂട്രിയൻഷ്യൻസും നൽകിക്കൊണ്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള, അതായത് നമ്മുടെ തടി കുറച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. പിന്നെ സോൾ ഷെഫ് എന്ന് പറയുന്ന കിച്ചണിൽ നമുക്ക് എല്ലാ ധാന്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സേഫായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രങ്ങൾ. ഇത് മൂന്നുമാണ് നമുക്ക് മോദി വേയിലൂടെ തന്നിരിക്കുന്നത്. അപ്പൊ അത് നല്ല പിന്നെ CV ഉള്ള പ്രൊഡക്ട്സുകളാണ് നമുക്ക് കമ്പനി ഈ ഒരു 3 കാറ്റഗറി തന്നിട്ടുണ്ട്. ഇത് കൂടാതെ മോദി കെയർ എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയിലൂടെ നമുക്ക് മറ്റ് 14 കാറ്റഗറിയിലായി 365 പ്രൊഡക്റ്റുകൾ 750 സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്സുകളോടും കൂടി 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയോടെ സമീർജിയുടെ സൈനോടും കൂടിയാണ് നമുക്ക് പ്രൊഡക്റ്റ് തന്നിട്ടുള്ളത്. അതിലുള്ള പ്രധാന കാറ്റഗറികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വെൽനസ് കാറ്റഗറി, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ ന്യൂട്രീഷൻസ്, ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രൊഡക്റ്റ് ആണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. അടുത്തത് നമുക്ക് അർബൻ കളർ ഉണ്ട്. കൂടാതെ സ്കിൻ കെയർ പ്രൊഡക്റ്റ്, ഇത് കൂടാതെ നമുക്ക് എന്താണ് നമ്മുടെ എൻവറോൾ ചിപ്പ് നമുക്ക് റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാൻ വേണ്ടിയുള്ള എൻവറോൾ ചിപ്പ് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ എയർ പ്യൂരിഫയർ ആയ കുക്കു എയർ പ്യൂരിഫയറിന് വേണ്ടിയിട്ട് കുക്കു എയർ പ്യൂരിഫയർ ഉണ്ട്. കൂടാതെ വെലോസിറ്റി മെന്നിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാറ്റഗറി. അതുകൂടാതെ പേഴ്സണൽ കെയറിൽ ഫ്രൂട്ട് ഓഫ് എർത്തിന്റെ ബ്രാൻഡ് നെയിമിൽ നമുക്ക് കുറെ പ്രൊഡക്ട്സുകൾ, അതുപോലെ തന്നെ ഫ്രഷ് മൊമെന്റ് ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് പേഴ്സണൽ കെയറിൽ പ്രൊഡക്റ്റ് ഉണ്ട്. ഇതും കൂടാതെ നമ്മുടെ പേഴ്സണൽ കെയർ റേഞ്ചിൽ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സുകൾ നമുക്ക് കമ്പനി തരുന്നുണ്ട്. പിന്നെ ഹെയർ പ്രൊട്ടക്ഷന് വേണ്ടി സലോൺ കാറ്റഗറി,
ഇതുപോലെ തന്നെ സോൾട്ട് ഫ്ലേവറിൽ ഫുഡ് ആൻഡ് ബീവറേജ് എന്ന് പറയുന്ന പ്രൊഡക്ട്സുകൾ തരുന്നു, കിച്ചണിൽ ആവശ്യമായ പ്രൊഡക്റ്റുകൾ. പിന്നെ നമുക്ക് അഗർബത്തി അല്ലെ, ദൈവികത്വമുള്ള നല്ല 6 ഷെയ്ഡിലുള്ള അഗർബത്തികളുണ്ട്. പിന്നെ നമുക്ക് ഹോം കെയർ പ്രൊഡക്റ്റുകൾ, ലോണ്ടറി കെയർ പ്രൊഡക്റ്റുകൾ, പിന്നെ ഓട്ടോ കെയർ, ഇതുപോലെ സോഫാഷ് കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സുകൾ, പിന്നെ SM വാച്ചസ് ഉണ്ട്, അമോലി എന്ന് പറയുന്ന ജ്വല്ലറികൾ, പിന്നെ നമുക്ക് കിട്ടുന്നതാണ് കൃഷിക്ക് ആവശ്യമായ ആക്ടിവിറ്റി. ഇത്രയും പ്രൊഡക്റ്റുകൾ നമുക്ക് കമ്പനി മോദി കെയർ എന്ന് പറയുന്ന കമ്പനിയിലൂടെ തരുന്നുണ്ട്. സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് കമ്പനി തരുന്നു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഇത്രയും പ്രൊഡക്റ്റുകൾ കമ്പനി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വഴികളൊന്ന് തിരഞ്ഞെടുക്കാം. ഞാൻ ആരാകണം എന്ന് നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത്. ഒന്നുകിൽ നമുക്ക് മോദി വേ അഡ്വൈസർ ആകാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, പ്രിഫേർഡ് കസ്റ്റമർ ആകാം. അതായത് സെൽഫ് യൂസിന് വേണ്ടുന്ന ഒരു കസ്റ്റമറായി നമുക്ക് മാറാം. അപ്പൊ ഇവർക്ക് എന്താണ് ഇതിലൂടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. ഇത് 33% ലഭിക്കുന്നുണ്ട്. അത് നിങ്ങളൊരു മോദി വേ അഡ്വൈസർ ആണെങ്കിലും പ്രിഫേർഡ് കസ്റ്റമർ ആണെങ്കിലും നിങ്ങൾക്ക് അത് ലഭിച്ചിരിക്കും. പിന്നെ രണ്ടാമത് ലോയൽറ്റി റിവാർഡ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരം 2 പേർക്കുമുണ്ട്. ഇത് കൂടാതെ നമുക്ക് എന്താണ്, ബൈ പ്രൊഡക്ട്സ് അറ്റ് ലോവർ ദാൻ ഹോൾസെയിൽ പ്രൈസ് അല്ലെ, നമുക്ക് എല്ലാ പ്രൊഡക്ട്സുകളും എന്ത് ചെയ്യാൻ പറ്റും, ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇത് കൂടാതെ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ഓഫ് ദി മന്ത്, നമുക്ക് എല്ലാ മാസങ്ങളിലും ഫ്രീ പ്രൊഡക്ട്സുകൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായ വെബ്സൈറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അഡ്വൈസർക്ക് മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ, പ്രിഫേർഡ് കസ്റ്റമർക്ക് ഇത് സാധ്യമല്ല. അതുപോലെ ബോണസുകളും കമ്മീഷനുകളും മോദി വേ അഡ്വൈസർക്ക് മാത്രമേ ലഭിക്കുള്ളൂ, ആർക്ക് ലഭിക്കില്ല, പ്രിഫേർഡ് കസ്റ്റമേഴ്സിന് ലഭിക്കില്ല. അപ്പൊ ഈ 2 കാര്യങ്ങൾ പ്രിഫേർഡ് കസ്റ്റമേഴ്സിന് അലൗഡ് അല്ല. ബാക്കി എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റ്സും ആർക്ക് കിട്ടുന്നു, പ്രിഫേർഡ് കസ്റ്റമർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ആരാകണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, മോദി വേ കോമ്പൻസേഷൻ പ്ലാനിലൂടെ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് കിട്ടുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞാല് സമീർ മോദി സാറിന്റെ വിഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനതയെ അല്ലെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സാമ്പത്തിക നേട്ടത്തിനായി നമുക്ക് തന്നിരിക്കുന്ന പ്ലാനാണ് മോദി വേ കോമ്പൻസേഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് നേട്ടങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു ലോയൽറ്റി റിവാർഡ് പ്രോഗ്രാം ആണ്. അപ്പൊ ഇതെന്താണ്, നമ്മൾ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ മാസവും അതിൻ്റെതായ പെർസെൻറ്റേജിൽ എന്ത് ചെയ്യുന്നു, ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു കമ്മീഷണബിൾ വോളിയം നമുക്ക് മാറ്റിവെക്കുന്നു. അതെങ്ങനെ ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുതുതായി ജോയിൻ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3 മാസം അവർ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ CV അനുസരിച്ച് 10% ലോയൽറ്റി ആയി പരിഗണിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് ലോയൽറ്റിയിലേക്ക് കടക്കാൻ വേണ്ടി എന്താണ്, 1000 പേഴ്സണൽ കമ്മീഷണബിൾ വോളിയം എങ്കിലും നമ്മൾ ചെയ്താലാണ് ആരാകുന്നത്, ലോയൽറ്റി റിവാർഡ് പ്രോഗ്രാമിലേക്ക് കടക്കാനുള്ള അർഹത നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന എത്ര പ്രാവശ്യം നമുക്ക് 1000 CV വെച്ച് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് എന്താവും, ലോയൽറ്റി ആയിട്ട് പരിഗണിക്കുന്നതാണ്. അപ്പൊ അതിന്റെ 10% ആണ് ആദ്യത്തെ 3 മാസം നമുക്ക് ലോയൽറ്റിക്ക് വേണ്ടി മാറ്റി വെക്കുന്നത്. 4ാമത്തെ മാസം തൊട്ട് 6ാമത്തെ മാസം വരെ അത് 15% മാറുന്നു. 7ാമത്തെ മാസം തൊട്ട് 9ാമത്തെ മാസം വരെ 20%, 10ാമത്തെ മാസം തൊട്ട് നമുക്ക് 25%. അപ്പോൾ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ലോയൽറ്റി കണ്ടിന്യൂ ചെയ്യുന്ന വ്യക്തികൾക്ക് പിന്നെ ആജീവനാന്തം എന്ത് ചെയ്യാം, 25% വെച്ച് ലോയൽറ്റി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ 3 മാസം കഴിഞ്ഞാൽ 4ാമത്തെ മാസം തൊട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്ന CV അതിനനുസരിച്ച പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിത് 12 മാസം, അതായത് 11 മാസം കഴിഞ്ഞ് 12ാമത്തെ മാസം ആകുമ്പോഴേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മാസം കിട്ടിയിരിക്കുന്ന CV നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും, ഫ്ലഷ് ഔട്ട് ആയിട്ട് പോകും. അത് നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് 300 CV എങ്കിലും ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ ലോയൽറ്റി എന്ത് ചെയ്യും, നമുക്ക് ഫ്ലഷ് ഔട്ട് ആകാതെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതാണ് ലോയൽറ്റിയെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് നമ്മുടെ ഇൻകത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. എന്താണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോദി കെയർ അവസരത്തിലേക്ക് കടന്നു വരുന്ന, അതായത് മോദി വേ അഡ്വൈസർ ആകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം
അവര് ഹോൾസെയിൽ പ്രൈസ് 10,000 റുപ്പീസിന്റെ പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പ്രൊഡക്റ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 13,300 ആയിരിക്കും MRP വാല്യൂ. അപ്പൊ ഈ 3,300 രൂപ നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുന്നു. അതായത് 33% റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് കമ്പനി റീറ്റെയിലൂടെ തരുന്നുണ്ട്. ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ ഷെയറിംഗ് ബോണസ് ആണ്. നമുക്ക് രണ്ടാമത് കിട്ടുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണ് ഷെയറിംഗ് ബോണസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആഴ്ചയിൽ കിട്ടുന്ന വരുമാനമാണ്, പെയ്ഡ് വീക്കിലി. ഇത് എങ്ങനെയാണ് നമുക്കിത് ലഭിക്കുന്നത്, എങ്ങനെയാണ് നമുക്കിതിനുള്ള അർഹത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോൺസറിങ്ങിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ വരുമാനം കിട്ടാൻ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ പേഴ്സണൽ CV 2000 ചെയ്തിരിക്കണം. കൂടാതെ എന്ത് ചെയ്യണം? നമ്മൾ സ്പോൺസർ ചെയ്യുന്ന വ്യക്തി അല്ലെ, ആ വ്യക്തി പർച്ചേസ് ചെയ്യുന്നതിന്റെ 20% നമുക്ക് എന്തായി ലഭിക്കുന്നത്? ഈ ഷെയർ ബോണസ് ആയിട്ട് ലഭിക്കുന്നത് ഫസ്റ്റ് ലെവലിൽ നിന്ന്. അതുകൂടാതെ അവരുടെ താഴെ ഒരാളെ നമ്മൾ ജോയിൻ ചെയ്യിക്കുകയാണെങ്കിൽ അവിടെ നിന്നും നമുക്ക് 10% എന്ത് ചെയ്യുന്നു? ഷെയർ ബോണസ് ലഭിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് എത്ര ടീമുകളെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ അത്രയും ടീമിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഷെയർ ബോണസ് ലഭിക്കും. ഇപ്പൊ ഒരു മാസം നിങ്ങൾക്ക് എത്ര വരുമാനം വേണം? ഫസ്റ്റ് വീക്കിലാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 1-ാം തീയതി തൊട്ട് 7-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ സ്പോൺസറിങ് കൊടുത്ത് ആ കസ്റ്റമർ അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ ഡൗൺലൈന് പർച്ചേസ് കൊണ്ടുവന്നാൽ അല്ലെ 1000 CV എങ്കിലും മിനിമം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതിൽ 20% എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ഷെയർ ബോണസ് ലഭിക്കും. ഇനി 8 മുതൽ 14 ദിവസത്തിനുള്ളിൽ അങ്ങ് ആഴ്ച കിട്ടും. ഏതാഴ്ചയിലാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ആഴ്ച നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ വരുമാനം കിട്ടിയിരിക്കും. അത് ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലിലൂടെയാണ് നമുക്കിത് ലഭിക്കുന്നത്. മൂന്നാമത്തെ ഇൻകം ആണ് ട്രിപ്പിൾ പവർ ബോണസ് എന്ന് പറയും. ഇവിടെ ആ പേരിൽ തന്നെ ഉണ്ട് ട്രിപ്പിൾ അല്ലെ, 3 ഗ്രൂപ്പിനെ തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ വീക്കിലി കിട്ടുന്ന ഒരു വരുമാനമാണിത്. അപ്പൊ നമുക്ക് വീക്കിലി ഈ വരുമാനം നേടിക്കൊണ്ട് ഒരു മാസം മാക്സിമം 25,000 രൂപ വരെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതെങ്ങനെ നേടിയെടുക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ട്രിപ്പിൾ പവർ ബോണസ് ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ CV എന്തായിരിക്കണം? 2000 നമ്മൾ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ 3 ടീമിനെ ക്രിയേറ്റ് ചെയ്തത്, 3 ഫസ്റ്റ് ലെവൽ ഉള്ള ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെ ലെഗ് കൊണ്ടുവന്നുകൊണ്ട് അതിൽ എന്ത് ചെയ്യണം? മിനിമം 2000 പേഴ്സണൽ CV ഈ 3 പേരും ചെയ്തിരിക്കണം. കൂടാതെ നമ്മുടെ ഫസ്റ്റ് ലെവലിൽ എത്ര പേരെ വേണമെങ്കിലും നമുക്കിതിൽ സ്പോൺസർ ചെയ്യിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ജോയിൻ ചെയ്യിക്കുന്ന എല്ലാ വ്യക്തികളിലൂടെയും ഒരു 18,000 വോളിയം കൊണ്ടുവന്നാൽ ഫസ്റ്റ് മൈൽ സ്റ്റോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് ഏതാഴ്ചയിലാണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ആഴ്ച നിങ്ങൾക്ക് എന്ത് ചെയ്യും? 2000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കും. ഇനി നിങ്ങൾക്ക് അടുത്ത മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ മൈൽ സ്റ്റോണിൽ നമുക്ക് 5,000 രൂപ ലഭിക്കാനുള്ള അർഹതയുണ്ട്. പക്ഷെ അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൊണ്ടുവന്ന 3 പേരെയും എന്ത് ചെയ്യണം? ഈ 2,000 രൂപ 2,000 രൂപ ഇൻകം ലഭിക്കുന്ന വ്യക്തികളാക്കി മാറ്റണം. അതായത് ഫസ്റ്റ് മൈൽ സ്റ്റോണിൽ അവരെ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തും? സെക്കൻഡ് മൈൽ സ്റ്റോണിലെത്തും. അപ്പൊ നിങ്ങൾക്ക് 5,000 രൂപയ്ക്കാണ് അർഹത. പക്ഷെ 5,000 രൂപ അർഹതപ്പെടുമ്പോൾ ആദ്യ 2,000 കിട്ടിയത് കൊണ്ട് രണ്ടാമത്തെ മാസം നമുക്ക് എന്ത് ചെയ്യുന്നു? കമ്പനി 3,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക്, മാസമല്ല വീക്കിലി ആഴ്ചയിൽ നമുക്ക് 3,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നു. ഇനി മൂന്നാമത്തെ മൈൽ സ്റ്റോണിലാണ് നമ്മൾ കടക്കേണ്ടതെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ആ 3 ഗ്രൂപ്പിനെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ അവർ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് സെക്കൻഡ് മൈൽ സ്റ്റോണിൽ അവരെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താം? തേർഡ് മൈൽ സ്റ്റോണിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? 25,000 രൂപക്ക് നമുക്ക് അർഹത നേടാൻ വേണ്ടി സാധിക്കുന്നു. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, 25,000 രൂപയാണ് മാക്സിമം നമുക്ക് എന്ത് ചെയ്യുന്നത്? ട്രിപ്പിൾ പവർ ബോണസായി ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് വീക്ക് 2,000 കിട്ടി, സെക്കൻഡ് വീക്ക് നമ്മൾ സെക്കൻഡ് മൈൽ സ്റ്റോണിൽ എത്തിയെങ്കിൽ 5,000 ആണ് കിട്ടേണ്ടത്. പക്ഷെ അതെന്ത് ചെയ്യുന്നു? 2,000 തന്നത് കൊണ്ട് 3,000 നമുക്ക് തരും, ടോട്ടൽ 5,000. തേർഡ് മൈൽ സ്റ്റോണിൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ച എത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 20,000 രൂപ എന്ത് ചെയ്യും? ആ ആഴ്ച തന്നെ നിങ്ങൾക്ക് കമ്പനി അയച്ചു തരും. അപ്പൊ ടോട്ടല് ട്രിപ്പിൾ പവർ ബോണസ് 25,000 രൂപ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഗ്രൂപ്പിനെ തയ്യാറാക്കാം. ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചാൽ 1, 3, 9, 7 ഈ ഒരു രീതിയിലുള്ള ഈ ഒരു സ്ട്രക്ചറിലുള്ള ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേടാം.
ഇനി ഈ ഗ്രൂപ്പിൽ 25,000 വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു എങ്കിൽ അതിൽ നിങ്ങൾ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എത്തിയെങ്കിൽ ആ 2,000 നിങ്ങൾക്ക് ആഴ്ച ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എത്ര ഗ്രൂപ്പിനെ വേണമെങ്കിലും ഇവിടെ എന്ത് ചെയ്യാം, തയ്യാറാക്കാം. ഓരോ ഗ്രൂപ്പിൽ നിന്നും നിങ്ങൾക്ക് ആഴ്ചയിൽ കംപ്ലീറ്റ് ഏത് മൈൽ സ്റ്റോൺ ആണോ നിങ്ങൾ കംപ്ലീറ്റ് ആകുന്ന അതിനനുസരിച്ച വരുമാനം കിട്ടും. അപ്പോൾ വരുമാനം ആഗ്രഹിക്കുന്നവർ 1, 2, 3 ഗ്രൂപ്പിന് ഇതുപോലെ തയ്യാറാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിപ്പിൾ പവർ ബോണസ് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, 1,00,000 രൂപക്ക് മേലെ വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എത്ര നേടണമെന്ന് ആഗ്രഹിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ നമുക്ക് മോദിവേ ടീം ബോണസ് ആണ്. ഇവിടെ നമുക്ക് ടൈറ്റിലുകൾ എന്താണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഓരോരോ മാസവും അല്ലെ നമ്മൾ ചെയ്യുന്ന പർച്ചേസിനനുസരിച്ച് നമ്മുടെ ടോട്ടൽ ബിസിനസ്സിനനുസരിച്ച് നമുക്കൊരു ടൈറ്റിൽ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ പ്ലാന് പ്രകാരം ഓരോരുത്തരും ഏത് ടൈറ്റിലാണ് ഈ പ്ലാനിൽ മാറുമ്പോൾ എന്നുള്ളത് അവരവർക്ക് അറിയാൻ വേണ്ടി പറ്റും. എങ്കിലും നമുക്ക് ആദ്യത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് അഡ്വൈസർ ആണ്. അഡ്വൈസർ ആകാനുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, 1000 CV പേഴ്സണൽ ചെയ്താൽ മതി. അത് കൂടാതെ അവർക്ക് എന്ത് ചെയ്യുന്നു എന്നറിയോ, ടീം ബോണസ് ഫസ്റ്റ് ലെവലിൽ നിന്ന് 2% കിട്ടും. രണ്ടാമത്തത് സീനിയർ അഡ്വൈസർ ആണ്. അപ്പൊ സീനിയർ അഡ്വൈസർ പേഴ്സണൽ CV എന്ത് ചെയ്യണം, 1000 ചെയ്തിരിക്കണം. കൂടാതെ ഗ്രൂപ്പ് CV 10,000 വന്നിരിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് 2 ജനറേഷനിൽ നിന്ന് ടീം ബോണസ് ലഭിക്കും. 2% ഫസ്റ്റ്, സെക്കൻഡ് ലെവലിൽ നിന്ന് 4%. അടുത്തത് സിൽവർ ഡയറക്ടർ ആണ്. 2,000 പേഴ്സണൽ CV ചെയ്യുകയും ഗ്രൂപ്പ് CV 20,000 വരണം. അപ്പൊ നമുക്ക് 3 ജനറേഷനിൽ നിന്നും ഈ സിൽവർ ഡയറക്ടർക്ക് എന്ത് ചെയ്യും, ടീം ബോണസ് ലഭിക്കും. 2, 4, 4 എന്ന രീതിയിലാണ് 3 ജനറേഷനിൽ നിന്ന് കിട്ടുന്നത്, ലെവലിൽ നിന്ന് കിട്ടുന്നത്. അടുത്തത് ഗോൾഡ് ഡയറക്ടർ ആണ്. ഇവിടെ 2,000 CV പേഴ്സണൽ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 40,000 CV ഗ്രൂപ്പ് CV കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് 4 ലെവൽ വരെ ടീം ബോണസ് ലഭിക്കും. 2, 4, 4 ഇങ്ങനെയാണ് നമുക്ക് 4 ലെവലിൽ എന്ത് ചെയ്യുന്നത്, ഗോൾഡ് ഡയറക്ടർക്ക് ടീം ബോണസ് ലഭിക്കുന്നത്. അടുത്തത് പ്ലാറ്റിനം ഡയറക്ടർ ആണ്. പ്ലാറ്റിനം ഡയറക്ടർ ആകാൻ പേഴ്സണൽ CV 2,000 ഗ്രൂപ്പ് CV 60,000 കൊണ്ടുവരണം. അങ്ങനെ നമുക്ക് 5 ലെവലിൽ നിന്നായിട്ട് എന്ത് ചെയ്യുന്നു, ടീം ബോണസ് ലഭിക്കും. അപ്പോൾ 2, 4, 4, 5 ഇങ്ങനെയാണ് അത് വരുന്നത്. പിന്നെയുള്ളത് സഫയർ ഡയറക്ടർ ആണ്. ഈ സഫയർ ഡയറക്ടർ ആകുന്ന വ്യക്തി എന്ത് ചെയ്യണം, പേഴ്സണൽ CV 3,000 ചെയ്യണം. അപ്പൊ നമ്മുടെ പേഴ്സണൽ CV എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ടൈറ്റിലിനനുസരിച്ച് അത് വന്നിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ക്വാളിഫിക്കേഷൻ ലഭിക്കില്ല. അപ്പോൾ അതിനൊന്നും അല്ലെ, അത് നമുക്ക് ഒന്നും ഓർമ്മ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കണം. നമ്മൾ എല്ലാ മാസവും എന്ത് ചെയ്യുക, 3,000 പേഴ്സണൽ CV ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് സഫയർ മുതൽ 3,000 ചെയ്യണം. അതുപോലെ ഗ്രൂപ്പ് CV 1,00,000 വരുന്നതോടൊപ്പം നമ്മുടെ ഗ്രൂപ്പിൽ 2 ഗോൾഡ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ടീം ബോണസ് ഏകദേശം 6 ലെവലിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ടീം ബോണസ് ലഭിക്കുന്നു. അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റൂബി ഡയറക്ടർ ആണ്. റൂബി ഡയറക്ടർ ആകാൻ വേണ്ടി 3 പ്ലാറ്റിനത്തിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ 3,000 പേഴ്സണൽ CVയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരാകാം, റൂബി ഡയറക്ടർ ആകാം. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, 6, 7 ലെവൽ വരെ, അതായത് റൂബി ഡയറക്ടർ മുതൽ എല്ലാ ടൈറ്റിലും 7 ലെവൽ വരെ ടീം ബോണസ് ലഭിക്കുന്നുണ്ട്. എമറാൾഡ് ഡയറക്ടർ ആകാൻ 4 സഫയർ ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ഡയമണ്ട് ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, റൂബി ഡയറക്ടേഴ്സ് 4 റൂബി ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. യെല്ലോ ഡയമണ്ട് ഡയറക്ടർക്ക് 5 റൂബി ഡയറക്ടറിനെ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബ്ലൂ ഡയമണ്ട് ഡയറക്ടർക്ക് എമറാൾഡ് ഡയറക്ടർ 5 പേരെ ക്രിയേറ്റ് ചെയ്യുക. ലാസ്റ്റ് ഗ്ലോബൽ ഡയമണ്ട് ഡയറക്ടർ ആകാൻ വേണ്ടി എന്ത് ചെയ്യണം, ഡയമണ്ട് ഡയറക്ടർ ആകുന്ന 6 ഗ്രൂപ്പിനെ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഡയമണ്ട് ഡയറക്ടർ എന്ന പൊസിഷൻ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. അപ്പൊ നമുക്ക് റൂബി മുതൽ ഡയമണ്ട് വരെ, ഗ്ലോബൽ ഡയമണ്ട് വരെ നമുക്ക് 7 ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടീം ബോണസ് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് നോക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് ലീഡർഷിപ്പ് പൂളാണ്. ഇത് നമുക്ക് 7.25% ആണ് ലഭിക്കുന്നത്. അപ്പൊ ഇത് ഓരോ ടൈറ്റിലുകാർക്കും അതിനനുസരിച്ചതാണ് പൂളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ബിൽഡർ ബോണസ് പൂള് 1.25 ആണ് ലഭിക്കുന്നത്. സഫയർ ഡയറക്ടർ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യും. എമറാൾഡ് ഡയറക്ടർ വരെയുള്ള ആൾക്കാർക്കാണ് ബിൽഡർ ബോണസ് പൂൾ ലഭിക്കുന്നത്. രണ്ടാമത്തത് ലീഡർഷിപ്പ് പെർഫോമൻസ് പൂളാണ്. 2% ആണ് ഇവിടെ പൂളായിട്ട് ഉള്ളത്. അപ്പൊ അത് റൂബി ഡയറക്ടർ മുതൽ ഡയമണ്ട് ഡയറക്ടർ വരെ ലഭിക്കും. ഇവിടെ നമുക്ക് അതിന്റെ പെർസെൻറ്റേജ് ഒക്കെ കാണിക്കുന്നുണ്ട്, 1, 5, 10 എന്ന് പറഞ്ഞിട്ട്. അടുത്തത് നമുക്ക് എലൈറ്റ് ലീഡർഷിപ്പ് പെർഫോമൻസ് പൂളാണ്. അത് 1% ആണ്. ഇത് ലഭിക്കുന്നത് യെല്ലോ ഡയമണ്ട് ഡയറക്ടർ മുതൽ ഗ്ലോബൽ ഡയമണ്ട് ഡയറക്ടർ വരെയുള്ള ആൾക്കാർക്കാണ്.
അടുത്തത് യെല്ലോ ഡയമണ്ട് പൂൾ 1%. അത് ആർക്കാണ് ലഭിക്കുന്നത്? യെല്ലോ ഡയമണ്ട് ആകുന്ന ആൾക്കാർക്ക് മാത്രം 3 പോയിന്റാണ് അത് ലഭിക്കുന്നത്. അടുത്തത് ബ്ലൂ ഡയമണ്ട് പൂൾ ഉണ്ട്. അത് നമുക്കറിയാം, പേര് പോലെ തന്നെ ബ്ലൂ ഡയമണ്ട് ആകുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നു. പിന്നെ ഗ്ലോബൽ ഡയമണ്ട് പൂള് 1% ഉണ്ട്. അത് ഗ്ലോബൽ ഡയമണ്ട് ആകുന്ന വ്യക്തികൾക്ക് ലഭിക്കും 3%. ഇങ്ങനെ 7.25 വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലീഡർഷിപ്പ് ബോണസുകൾ ഉണ്ട്. ഇങ്ങനെ 5 ടൈപ്പ് ബോണസുകളാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിലും ഈ ന്യൂ വേ അല്ലെ, ഇതിലൂടെ നമുക്ക് ലക്ഷങ്ങള് കൊയ്തെടുക്കാനുള്ള അവസരം ഈ ഒരു പ്ലാനിൽ നമുക്കുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് പ്ലാന് പഠിക്കുക, പഠിച്ച് മനസ്സിലാക്കുക, ലീഡേഴ്സുമായി ഇരുന്ന് പ്ലാൻ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ അതിനെല്ലാവരും ലീഡേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്ത്, അല്ലെ നമ്മുടെ ടൈറ്റിൽ എന്താണോ ആ ടൈറ്റിലിനനുസരിച്ച് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി എല്ലാവർക്കും സാധ്യമാകട്ടെ. സർവേശ്വരൻ അതിന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ വീണ്ടും നന്ദകുമാർ സാറെ ഈ വേദിയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാർ. ഓക്കെ സതി, വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. കാരണം മുൻപുണ്ടായിരുന്ന പ്ലാനിനേക്കാൾ തികച്ചും വ്യത്യസ്ത ഒരു പ്ലാനാണ് ഈ മോദി വേ. പക്ഷെ അത് ആ മാറ്റം ഉൾക്കൊള്ളാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഒരു വാടക വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറുമ്പോൾ ആ പുതിയ വീടുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വരും. അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഒരു സ്കൂളിൽ നിന്ന് അടുത്ത സ്കൂളിലേക്ക് മാറിപ്പോകുമ്പോൾ, പഠിക്കാൻ പോകുമ്പോൾ ആ പുതിയ സ്കൂളുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് കാലതാമസം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഇതേപോലെയാണ് നമ്മൾ നിലവിലുണ്ടായിരുന്ന ആ ഒരു കോമ്പൻസേഷൻ പ്ലാനിൽ നിന്ന് മറ്റൊരു തികച്ചും വ്യത്യസ്തമായ പ്ലാനിലേക്ക് മാറിയപ്പോൾ അത് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി, ഇനി മനസ്സിലാക്കിയാൽ തന്നെ അത് അവതരിപ്പിക്കാൻ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അതും സതി ചെയ്തു, വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു, വളരെ നല്ലതായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് സതിക്ക് എൻ്റെ സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻ ഞാൻ ഈ സമയത്ത് പറയുകയാണ്. എൻ്റെ കാൽക്കുലേഷനോട് ഒരിക്കലും തെറ്റിയില്ല, നന്നായി. അത് എനിക്കും എല്ലാവർക്കും അത് ഒരു പുതുമ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മളുടെ ഈ പ്ലാനിന്റെ തുടക്കം അതെങ്ങനെയിരുന്നു, 2 ആഴ്ചത്തെ നമ്മളുടെ പ്ലാനിന്റെ പ്രവർത്തനവും, അതേപോലെ തന്നെ എറണാകുളത്ത് സിയാലില് സമീർ മോഡി സാർ വന്നപ്പോൾ വലിയ ആഗ്രഹത്തോടുകൂടി അവിടെ ചെന്ന സമീർ മോഡി സാറിനെ വരവേൽക്കാനും, അതേപോലെ തന്നെ സമീർ മോഡി സാറിന്റെ ആ ഒരു അനുഗ്രഹങ്ങൾ വാങ്ങാനും, അദ്ദേഹത്തിന്റെ 3.5 മണിക്കൂർ നീണ്ടു നിന്ന നല്ലൊരു മോട്ടിവേഷൻ കേൾക്കാനായിട്ടും ഭാഗ്യം ലഭിച്ച അനേകായിരങ്ങളിൽ ഒരാളാണ് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി. മാഹി സ്വദേശിനിയാണ്, നല്ല പഞ്ചായത്ത് മെമ്പറും ഒക്കെയാണ്, പൊളിറ്റിക്കൽ ഫീൽഡ് നല്ല പരിചയമുണ്ട്. അതേപോലെ തന്നെ മോദി കെയറിലെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ലൊരു ഉയർന്ന തസ്തിക റാങ്ക് കഴിഞ്ഞ പ്ലാനിൽ വന്നു. ഈ പ്ലാനിന്റെ തുടക്കത്തിലും അത് നിലനിർത്തിക്കൊണ്ട് വരുന്ന ഒരു പ്രഗത്ഭ താരമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പറയുന്നതിന് വേണ്ടി ഞാൻ താരത്തെ ക്ഷണിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മളുടെ ടീമിലുള്ള പത്മജ. കമോൺ. ഗുഡ് മോദി കെയർ മോർണിംഗ്. നമുക്ക് നമ്മുടെ മോഡി വേയുടെ നല്ലൊരു പ്രസന്റേഷൻ ആണ് സതി മാഡം തന്നിട്ടുള്ളത്. ആ ഫസ്റ്റ് തന്നെ സതി മാഡത്തിന് വലിയൊരു ബിഗ് സല്യൂട്ട് തരികയാണ്. നമ്മുടെ ഈ ഒരു ടൈഗേഴ്സിലും അതുപോലെ തന്നെ ടാലന്റ് അച്ചീവേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് എനിക്ക് ഒരു ടെസ്റ്റ് മണി പറയാനുള്ള അവസരം തന്ന നന്ദകുമാർ സാറിനും അതേപോലെ തന്നെ മറ്റു ഗ്രേറ്റ് ലീഡേഴ്സിനും എല്ലാവർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. കാരണം വെച്ചാൽ നമുക്കറിയാം ഈ ടൈഗേഴ്സിലൊക്കെ ഇപ്പൊ സതി മാഡം തുടക്കം പറഞ്ഞു, ആദ്യമായിട്ടാണ് നമുക്ക് മോദിവേ എന്നുള്ള പ്ലാൻ വന്നപ്പോ നമ്മുടെ ടാലന്റിൽ പറയുന്നതിന് മുൻപേ ടാലന്റിന്റെ സതി മാഡം എപ്പോഴും നമ്മുടെ പ്ലാൻ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടൈഗേഴ്സിലാണ്, അതായത് നമ്മുടെ ലീഡ് ടൈഗേഴ്സിലൊക്കെ സംസാരിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ഫസ്റ്റ് തന്നെ
അത് സംസാരിച്ചപ്പോൾ നല്ല അടിപൊളിയായി സംസാരിച്ചു. എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ തന്നെ മാഡം സംസാരിച്ചു. എല്ലാവരും അത് എഴുതിയെടുത്തു. പക്ഷെ ഇപ്പൊ നമുക്കറിയാം, ആദ്യം നമുക്ക് ഈ ഒരു മോഡിവേ വരുന്ന സമയത്ത് നമുക്കൊരു പതർച്ചയുണ്ടായിരുന്നു. ഇതെന്തായിരിക്കും പുതിയ പ്ലാൻ, എന്താണെന്ന് അറിയാതെ എല്ലാവരും ഒരു വട്ടം അല്ലെങ്കിൽ ഒരു നിമിഷം എല്ലാവരും വല്ലാതെ ഒരു പരിഭ്രാന്തരായിരുന്നു എന്ന് പറയുന്നത് സത്യമാണ് സാർ. പക്ഷെ അത് നമ്മൾ കേട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി വരുമ്പോൾ തീർച്ചയായും ആ പ്ലാനിലൂടെ നമുക്ക് വളരെ നല്ലൊരു എന്താ പറയേണ്ടത്, ആ പ്ലാനിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ തന്നെയാണ് നമ്മുടെ MD നമുക്ക് തന്നിട്ടുള്ളതെന്ന് മനസ്സിലായി.